ഹലോ, ഇനി ഒരു ചെറിയ ചാലഞ്ചാണ്. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഒരു ലഞ്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ തുടങ്ങാം? കം ഓൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു 27 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാക്കിയ നാടൻ ചേനക്കറി നെത്തോലി പീര. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീൻ പീര റെഡിയാക്കാം. ഒരു ജാറിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് കാന്താരി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കപ്പ് ഗ്രേറ്റഡ് തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ചട്ടിയിലേക്ക് നമ്മുടെ മീനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കഷ്ണം പുളി രണ്ടായിട്ട് കീറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇത് നമ്മുടെ മീൻ പീര റെഡിയായിട്ടോ. അടുത്തായിട്ട് നാടൻ ചേനക്കറി റെഡിയാക്കിയാലോ? ഒരു കുക്കറിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത് ചേന ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു 3 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾ, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു 7 വിസിൽ വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ജാറിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് വരുത്തി അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ 7 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇത് നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. ലാസ്റ്റ് താളിപ്പിനായിട്ട് ഒരു ചെറിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നിട്ട് ഒരു 2 ടീസ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും, 2 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിക്കണം. എന്നിട്ട് ഫൈനലി നമ്മൾ തിളച്ച് വന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഊണിവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ ലഞ്ച് സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.